ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. പ്രസാദ് പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. എ പത്മകുമാർ അറസ്റ്റിൽ എന്നുള്ള വളരെ നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രസാദ് അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. അത് അനിവാര്യമായിരുന്നു. കാരണം ഹൈക്കോടതിയുടെ മുന്നിൽ എന്താണ് പറയാൻ കഴിയുക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രധാന ചോദ്യമുള്ളത്. ഇത് ഈ കേസിൽ ഏറെ നിർണായകമാണ്. എല്ലാവരും കരുതിയിരുന്നത് ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇത് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷനായ എ പത്മകുമാർ നിലവിൽ CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. CPIM കടുത്ത പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPIM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലാകുന്ന രീതിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം മാറുന്നു എന്നുള്ളതാണ്. N വാസു നേരത്തെ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. ആ സമയത്തെല്ലാം ഉണ്ടായിരുന്ന ഒരു സംശയം എപ്പോഴാണ് എ പത്മകുമാറിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുക എന്നുള്ളതാണ്. 3 തവണ നോട്ടീസ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘം, പക്ഷേ എ പത്മകുമാർ ഹാജരാകാൻ തയ്യാറായില്ല. ഏറ്റവും അവസാനം ഹാജരായില്ലെങ്കിൽ വീട്ടിൽ വന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകേണ്ടി വരും എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞത്. ഒടുവിൽ ഇന്ന് രാവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് പത്മകുമാർ വരുന്നു. ചോദ്യം ചെയ്യൽ തുടങ്ങി. 4 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങി എന്നതിന്റെ അർത്ഥം ശബരിമല സ്വർണ്ണക്കൊള്ള അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒത്താശയോടുകൂടി നടന്നതാണ് എന്നുള്ളത് തന്നെയാണ്. N വാസുവിന്റെ മൊഴി മാത്രമല്ല കുരുക്കാവുക. തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പിന്നാലെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരായ മുരാരി ബാബുവിന്റെയും D സുധീഷിന്റെയും അതുപോലെ KS ബൈജുവിന്റെയും ഏറ്റവും അവസാനം ദേവസ്വം കമ്മീഷണറായ N വാസുവിന്റെയും മൊഴികൾ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ മുൻ ദേവസ്വം പ്രസിഡന്റായ എ പത്മകുമാറിന് കുരുക്കായി മാറുന്നു എന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈ നിർണായകമായ അറസ്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനിയിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എല്ലാവരും മറുപടി പറയേണ്ടി വരും. അതിൽ CPIM-ന് മറുപടി പറയേണ്ടി വരും. CPIM സംസ്ഥാന സെക്രട്ടറിക്ക് മറുപടി പറയേണ്ടി വരും. ഉറപ്പായും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് മറുപടി പറയേണ്ടി വരും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലാകുന്നു എന്നുള്ളത് എല്ലാവരും മറുപടി പറയാൻ ബാധ്യസ്ഥരായിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന കൂടിയാണിത്. ഏറെ നിർണായകമായ അറസ്റ്റാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യം തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം തുടങ്ങിയത്. പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ ദിവസങ്ങൾ. അപ്പോൾ തന്നെ ഹൈക്കോടതി ആ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭരണസമിതി അറിഞ്ഞുകൊണ്ടാണോ എന്ന് പരിശോധിക്കണമെന്ന്. അതിന് പിന്നാലെ ഇതിൽ ഇടപെട്ട ഓരോ ഉദ്യോഗസ്ഥരെയും പ്രത്യേകം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ, അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, പിന്നാലെ അന്നത്തെ ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും CPIM-ന്റെ സഹയാത്രികനും മുൻ CPIM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയായ N വാസു അറസ്റ്റിലാകുന്നു. ഒടുവിൽ ഇതാ CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഴയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് നിർണായകമായ ശബരിമലയിലെ കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഇന്ന് തന്നെ അതുണ്ടാകുമോ അതല്ല അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നുള്ളത് കൊണ്ട് നാളെയാണോ ഹാജരാക്കുക തുടങ്ങിയ വിവരങ്ങളെല്ലാം ഇനിയിപ്പോൾ പുറത്തു വരേണ്ടതുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറെ നിർണായകമായ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം പോകുന്നു. പോറ്റിയിൽ നിന്ന് ഉദ്യോഗസ്ഥരിലേക്കും ഉദ്യോഗസ്ഥരിൽ നിന്ന് ദേവസ്വം കമ്മീഷണർ വാസുവിലേക്കും വാസുവിൽ നിന്ന് എ പത്മകുമാറിലേക്കും അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി.